ജൂൺ മാസം 25-ാം തീയതി ക്രിസ്തുവർഷം 2025. പലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകുന്ന ഓരോ പുതിയ അവസരങ്ങൾക്കായിട്ട് അത് ഇന്നത്തെ ഈ സാങ്കേതിക വിദ്യയിൽ ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ തക്കവണ്ണം ദൈവം നൽകുന്ന അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ നന്ദിയും സമാധാനവും കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്ന് തിരുവെഴുത്ത് വായനയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. 2 പത്രോസ് 3-ൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പസ്തോലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. അവൻ്റെ പ്രത്യക്ഷത വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നുകളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒരിക്കൽ കൂടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്നില്ല എങ്കിൽ, അത് വിശ്വസിക്കാൻ തക്കവണ്ണം അവൻ്റെ പ്രേരണ ഇല്ല എങ്കിൽ നമ്മുടെ ഇച്ഛ പ്രകാരം ഈ ദൈവിക സത്യങ്ങൾ വിശ്വസിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിലും പരിശുദ്ധാത്മാവിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരിമരണത്തിലും ആശ്രയിച്ച് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടത്തേക്ക് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. പരിഹാസികളുടെ മധ്യത്തിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാക്ഷാൽ സൃഷ്ടാവിലേക്ക് തിരിയുവാൻ, അവിടുത്തെ പദ്ധതി അനുസരിച്ച് പുത്രനെ ചുംബിക്കുവാൻ, പുത്രനിൽ വിശ്വസിക്കുവാനുണ്ട്, കാൽമരണത്തിൽ ആശ്രയിക്കുവാനായിട്ട് പിതാവേ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവവചനം അതിന് നിവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ട ഉപദേശം നൽകുകയും അത് വിശ്വസിക്കാൻ തകർന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. നാം കഴിഞ്ഞ ആഴ്ചകളായിട്ട് പഠിച്ചു വരുന്ന പ്രധാന വിഷയം ആത്മീയ ജീവിതമാണ്. ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതം, അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഇത് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വിഷയമാണ്. അതിൽ ദൈവത്തെക്കുറിച്ചും തൻ്റെ പുത്രനിൽ
ക്രമീകരിച്ചിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചും നാം നന്നായി മനസ്സിലാക്കണം. ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവെഴുത്തുകളിലൂടെയുള്ള നമ്മുടെ ചരിത്ര അറിവ് അത്യാവശ്യമാണ്. ദൈവം എങ്ങനെയാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് തുടരുന്നത്, അതെങ്ങനെയാണ് അവസാനിക്കുന്നത്. നമുക്കറിയാം അതിൻ്റെ കേന്ദ്ര ബിന്ദു ഒരു വ്യക്തിയിലാണ്, അത് കർത്താവായ യേശുക്രിസ്തു തന്നെ. ആ കേന്ദ്ര ബിന്ദുവിൻ്റെ കേന്ദ്രമായ പ്രവർത്തനം കാൽവരി ക്രൂശിൽ പാപങ്ങൾക്ക് പരിഹാരമായി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ കർത്താവിനെ പിതാവ് നമുക്ക് നൽകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3:16 പറയുന്നത് പോലെ ദൈവം ലോകത്തെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നൽകി, ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പോൾ അതുകൊണ്ട് ഈ ക്രിസ്തുവിൽ ഉള്ള ദൈവത്തിൻ്റെ പദ്ധതി അത് ആരും നശിച്ചു പോകാതെ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. അത് തൻ്റെ പുത്രനിലാണ്. ഈ പുത്രൻ മശിഹയാണ്. മശിഹ ഇസ്രായേലിൽ നിന്ന് വന്നവനാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ ധാരാളമായി പഠിക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് തിരുവചനം പറയുന്നത് പോലെ, ദൈവം ഉദ്ദേശിക്കുന്നത് പോലെ സമാധാനവും സ്വസ്ഥതയും കൃപയിലുള്ള ഒരു ജീവിതവും നമുക്ക് സാധ്യമാകൂ. ഇത് പറയാൻ കാരണം ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന, അത് ആധികാരികമായിട്ട് വിശ്വസിക്കുന്ന, അതിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന സഭകൾ തന്നെ ഇല്ലാതായി മാറിയിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ പരിഹാസികൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ, നമ്മുടെ മുമ്പിൽ ദുഷ്ടത പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, നന്മയ്ക്ക് വിലയില്ലാത്ത ഈ കാലഘട്ടത്തിൽ നാം ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും അല്ലെ വാഗ്ദാനങ്ങളിലേക്കും തിരിഞ്ഞ് ക്രിസ്തീയ ജീവിതത്തിന് മൂല്യമുണ്ടാക്കണം എന്ന് തന്നെയാണ് നാം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആത്മീയ ജീവിതത്തിന് ഉറപ്പും സ്ഥിരതയും നൽകുന്ന നങ്കൂരമാണ് ദൈവവചനമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. ഒരു കപ്പലിനെ നിയന്ത്രിക്കാൻ തക്കവണ്ണം ആ നങ്കൂരം അത് ഇട്ടാൽ അത് കാറ്റുകൊണ്ട് ഓടിപ്പോകാതെ, തിരകൾ കൊണ്ട് മാറിപ്പോകാതിരിക്കാൻ തക്കവണ്ണം അത് നങ്കൂരം കപ്പലിൽ ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ദൈവവും ദൈവത്തിൻ്റെ വചനവും നങ്കൂരമാണ്. നമ്മൾ ഓരോ കാറ്റനുസരിച്ച്, ഓരോ സന്ദർഭങ്ങളനുസരിച്ച് മാറിപ്പോകേണ്ട ഒരു വിശ്വാസ രീതിയല്ല ക്രൈസ്തവ ജീവിതം. കാരണം ഇന്ന് പരിഹാസികൾ അധികം വന്നിരിക്കുകയാണ്, തിന്മ വർദ്ധിച്ചു വരികയാണ് എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടത് ആവശ്യമാണ്. അതുമാത്രമല്ല, ആത്മീയ ജീവിതത്തിന് ഉറപ്പും സ്ഥിരതയും ദൈവവചനത്തിൽ ഉണ്ട് എങ്കിൽ തന്നെ ഈ ദൈവവചനം തന്ന ഈ വാഗ്ദാനങ്ങൾ നൽകി ദൈവം താൻ തന്നെ അതിൽ വിശ്വസ്തനാണ്. ദൈവം തൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുത്തുന്നില്ല. പറഞ്ഞാൽ പറഞ്ഞത് അവൻ വാഗ്ദാനങ്ങൾ നൽകുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നു. ഉടമ്പടികൾ ഉണ്ടാക്കുന്നു, അത് യഥാസ്ഥാനത്താക്കുന്നു. അങ്ങനെയുള്ളൊരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, അത് എഴുതിയിരിക്കുന്ന ഈ പുസ്തകം എത്രയോ പരമപ്രധാനമാണ് എന്ന് ഓർക്കുകയാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതം അത് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ആരംഭിക്കുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നാം നിത്യജീവനുള്ളവരായി മാറുന്നു. തുടർന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി അത് വിശ്വസിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഈ നാളുകളിൽ പ്രത്യേകിച്ച് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ 2023 ഒക്ടോബർ മാസം 8-ാം തീയതി തുടങ്ങിയ ഈ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. അതിൻ്റെ മാരകമായ കാര്യങ്ങൾ നാം കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇറാനെ അവരുടെ ആണവ നിലയങ്ങളെ ആക്രമിച്ച്, ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആക്രമിച്ച് ഒരു പരിധിവരെ വലിയ ഒരു തിന്മ ഇന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്.
ഇത് എത്ര നാൾ നിലനിൽക്കും എന്നുള്ളത് അത് വിഷയം തന്നെയാണ്. എന്നാൽ ഇസ്രായേലിന് ചുറ്റുമുള്ള ശത്രുക്കളെ ഒരുവിധം ഒരു പരിധി വരെ അവരെല്ലാം തോൽപ്പിച്ച് ഒരു ചെറിയ സമാധാനത്തിൻ്റെ കാര്യം വന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് ദൈവവചനത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം എബ്രാഹിമിന് ദൈവം കൊടുത്ത വാഗ്ദാനമനുസരിച്ച് എബ്രാഹിമിനോട് ദൈവം പറഞ്ഞു, നിന്നിൽ ഈ ലോകത്തിലെ സകല കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ആ അനുഗ്രഹം എന്നാൽ ലഭിക്കാൻ പോകുന്നത് അത് 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് രാജാതിരാജാവായും കർത്താവായും ജെറുസലേമിൽ നഗരത്തിൽ നിന്ന് അത് തലസ്ഥാനമാക്കി ഇസ്രായേൽ ഭരിക്കുമ്പോൾ ആണോ സംഭവിക്കാൻ പോകുന്നത്? അതിനു മുമ്പ് നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് സമൃദ്ധിയും സമാധാനവും സുരക്ഷതയും നൽകുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടോ? അതിനെ ഇസ്രായേലിന് ഉപയോഗിക്കുമോ എന്നുള്ളത് ഒരു പഠന വിഷയം തന്നെയാണ്. എൻ്റെ ചെറിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാളുകളിൽ അങ്ങനെ ഒരു സ്വസ്ഥതയുള്ള ഒരു കാലഘട്ടം നമുക്ക് വരുവാൻ ഇടയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിന് പ്രധാനമായ അതുകൊണ്ടാണ് ഈ വേദഭാഗം നാം എടുക്കാൻ കാരണം. 2 പത്രോസിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ കാരണം അതിന് 9-ാം വാക്യം വീണ്ടും വായിക്കുകയാണ്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ. അപ്പോൾ ഇവിടെ വിഷയം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അത് നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എന്തുകൊണ്ട് താമസിക്കുന്നില്ല? എന്തുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കുന്നില്ല? സമാധാനം ലോകത്തിലേക്ക് വരുന്നില്ല? അതിന് കാരണം ഈ ശിഷ്ടനും ദുഷ്ടനും നന്മയും തിന്മയും ചെയ്യുന്നവർ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് കർത്താവ് യേശുവിൽ വിശ്വസിച്ച് നിത്യജീവനുള്ള തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അല്ല എങ്കിൽ സർവശക്തനായ ദൈവത്തിന് ഈ കാര്യങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട്, ഒരു കണ്ണ് ഇമയുടെ ആ സമയം കൊണ്ട്, കണ്ണിമയ്ക്കുന്ന സമയം കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം അതീവ ശക്തനായ ദൈവമാണ്. താൻ പറഞ്ഞു ഉണ്ടായി. അതാണ് ഈ ലോകം. നമ്മളിവിടെ വായിച്ചതുപോലെ നമ്മൾ ഈ കാണുന്ന ലോകം അത് അവൻ്റെ വചനത്താൽ ഉണ്ടായി. ഭൂമി വെള്ളത്തിൽ നിന്നുണ്ടായി. ആ വെള്ളം കൊണ്ട് തന്നെ അവരെ നശിപ്പിക്കുകയും ചെയ്തു. ഇത്തരം ശക്തനായ ദൈവത്തെ എന്ത് വേണമെങ്കിലും എപ്പോഴും ചെയ്യാം. എങ്കിലും ദൈവം മനുഷ്യരിൽ നിന്ന്, പാപിയായ മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നു മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തു വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പല കാര്യങ്ങളും നാം ഈ ലോകത്തിൽ കാണുമ്പോൾ എന്തുകൊണ്ട് ദുഷ്ടനെ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ അവനെ അന്വേഷിച്ച് കണ്ടെത്തിയില്ല. ആ ഒരു കാലം എന്തുകൊണ്ട് വരുന്നില്ല? ദുഷ്ടത എന്തുകൊണ്ട് പെരുകി വരുന്നു? കാരണം ഇത് തന്നെയാണ്. ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ മാനസാന്തരപ്പെടണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നന്മ തിന്മകൾ പെരുകയാണ്. അപ്പോൾ നന്മ എന്നുള്ളത് ദൈവം നന്മയാണ്. ഗോഡ് ഈസ് ഗുഡ് എന്ന് പറയുക. ഓൺലി വൺ പേഴ്സൺ ഈസ് ഗുഡ്. കർത്താവിനോട് ചോദിച്ചു, നല്ലവൻ ആര്? ദൈവം മാത്രമാണ് നല്ലവൻ. പിതാപുത്രൻ പരിശുദ്ധ ഏക നിത്യസത്യ ദൈവം അവനാണ് നല്ലവൻ. അവനും അവനനുയായികളും, അവനിൽ വിശ്വസിക്കുന്നവർ. അതുപോലെ തന്നെ തിന്മ സാത്താനും അവനനുയായികളും. എന്നാൽ ഈ സാത്താനും അവൻ്റെ അനുയായികളും ഇന്ന് ഭയങ്കര ശക്തരായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ സകല ലോകം ദുഷ്ടൻ്റെ അധീനതയിലാണ്. എന്നാൽ അതിനുശേഷം ഒരു ആശ്വാസവചനം, നാമോ ദൈവത്തിൽ നിന്നുള്ളവരാണ്. അങ്ങനെ ദൈവത്തിൽ നിന്നുള്ളവർ, ദൈവത്തിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമായിട്ട് നിരപ്പ് പ്രാപിച്ചവർ, രമ്യതയുള്ളവർ, കൂട്ടായ്മയുള്ളവർ, അവനോട് ബന്ധമുള്ളവർ, അതാണ് ഒരു ചെറിയ കൂട്ടം. എന്നാൽ ബാക്കിയെല്ലാം തന്നെ സാത്താനും അവൻ്റെ അനുയായികളും തിന്മയുടെ കൂട്ടമാണ്. അപ്പോൾ അവരും ഈ ദൈവഭാഗത്തേക്ക് വരണം എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ നാശത്തിലേക്കുള്ള വഴി അത് കണ്ടെത്തുന്നവർ അനേകർ മെനി. എന്നാൽ ജീവനിലേക്ക് വഴി ദുർഘടമാണെങ്കിൽ അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. അപ്പോൾ ഈ സംഭവ ബഹുലമായ ഈ ലോകത്തിൽ തിന്മ ശക്തമായി
പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പരിഹാസികൾ പെരുകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുമോ? വ്യക്തിപരമായിട്ട് നിങ്ങൾക്കിതിന് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നത് പോലെ സാത്താനും അനുയായികൾക്ക് അനുഗമിച്ച് നാശത്തിലേക്ക് പോകുമോ? ഇത് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ദി ചോയ്സ് ഈസ് യുവേഴ്സ്. ദൈവം നമുക്കൊരു ഓഫർ നൽകുകയാണ്. നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞ്, എന്നിൽ വിശ്വസിച്ച്, എൻ്റെ വചനത്തിൽ വിശ്വസിച്ച്, അതിലെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമോ എന്നുള്ളത്. നമുക്കറിയാം, ഇതിൽ ഇസ്രായേൽ രാഷ്ട്രമുണ്ട്, നന്മയുടെ ഭാഗത്ത് സഭയുണ്ട്. ഇസ്രായേൽ രാഷ്ട്രമുണ്ട്. എബ്രാഹിമിനും ഇസഹാക്കിനും യാക്കോബിനും 12 ഗോത്രപിതാക്കന്മാർക്കും ദൈവം വാഗ്ദത്തം ചെയ്ത ഭൂമി, ആ രാഷ്ട്രം, അതാണ് ഒരു ഭാഗത്ത് നന്മ എന്നുള്ളത്. രണ്ടാമത് മണവാട്ടി സഭ, ദൈവത്തിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ കൂട്ടം. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് നാം 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വായിക്കാൻ സാധിച്ചത്. നമ്മൾ കാണുമ്പോൾ കാര്യങ്ങളെല്ലാം പോകുന്ന ഇത് ശരിയല്ല എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തിൻ്റെ പദ്ധതി അറിഞ്ഞ്, ദൈവം നമ്മളിന്നത് ആഗ്രഹിക്കുന്ന അറിഞ്ഞ് അത് ചെയ്തു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ നമ്മൾ മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമയ്ക്കായിട്ട്, നിത്യരക്ഷയ്ക്കായിട്ട്, നിത്യജീവനായിട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ അവിടെയാണ് എൻ്റെ മാറ്റം വരാൻ പോകുന്നത്. അത് ചിലരെങ്കിലും ഈ കാലഘട്ടത്തിൽ സ്വീകരിക്കും എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ എന്തുകൊണ്ട് 9 മഹാപീഡനങ്ങളുണ്ടായത്. 10ാമതായിട്ട് ദൈവം അവരെ ആദിജാതന്മാരെ നിഗ്രഹിച്ച് ഇസ്രായേലിനെ വീണ്ടെടുക്കുകയാണ്. അവിടെ പറയുന്നത്, ഞാൻ ആകുന്നു ദൈവം, ഞാനല്ലാതെ വേറൊരാളില്ല എന്ന് ഫറവോനും ഈജിപ്തുകാരും മനസ്സിലാക്കണം. അതുമാത്രമല്ല, ലോകം എമ്പാടും മനസ്സിലാക്കണം. അതിനുവേണ്ടിയായിരുന്നു ദൈവീ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇന്നും അത് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവത്തിന് മാറ്റമില്ലാത്ത ദൈവമാണ്. ദൈവം ഇന്നും ആഗ്രഹിക്കുന്നത് ഈ ദൈവത്തിങ്കിലേക്ക് നാം തിരിയണം, അതിൻ്റെ വചനത്തിലേക്ക് തിരിയണം, അതിൻ്റെ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് വിശ്വസിച്ച് നമ്മൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വാക്യങ്ങൾ, 9-ാം വാക്യം വായിക്കുമ്പോൾ ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച വാഗ്ദത്തത്തെക്കുറിച്ച് അല്പം നമ്മൾ വായിക്കുകയുണ്ടായി. അബ്രാഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ, 3 വാഗ്ദാനങ്ങൾ കൊടുത്തു: ദേശം, സന്തതി, സാർവത്രിക അനുഗ്രഹം. സകല കുടുംബങ്ങളും അബ്രാഹാം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത്. അവനോട് ഉടമ്പടി ചെയ്തു, ദാവീദുമായിട്ട് ഉടമ്പടി ചെയ്തു. അതിനെ അല്പമായിട്ട് നമ്മൾ പരിശോധിച്ചു. ഈ വാഗ്ദാനങ്ങളും ഉടമ്പടികളും ദൈവം അത് അപ്രകാരം തന്നെ നിവർത്തിക്കുമോ എന്നുള്ളത്, അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പത്രോസ്, അപ്പസ്തലനായ പത്രോസ് പറയുന്നത് അവൻ നിവർത്തിക്കും, അവനത് താമസിക്കുകയില്ല. താമസിക്കുന്നു എന്ന് നമുക്ക് തോന്നുമെങ്കിൽ അത് എന്തുകൊണ്ടാണ്? ദൈവം നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതാണ് മാനസാന്തരം, മനസ്സിനുള്ള അന്തരം. മെറ്റാനോയിയോ എന്ന് പറഞ്ഞാൽ അത് ഒരു ചേഞ്ച് ഓഫ് മൈൻഡാണ്, മനസ്സിൻ്റെ മാറ്റമാണ്. മലയാളത്തിൽ നല്ല പരിഭാഷയാണത്. മനസ്സ് മാറണം. നമ്മൾ ദൈവത്തിലേക്ക് തിരിഞ്ഞ്, ദൈവവചനത്തിലേക്ക് തിരിഞ്ഞ്, ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ്, അതിൽ വിശ്വസിച്ച്, അതിൽ ആശ്രയിച്ചുള്ള ഒരു മനുഷ്യനായി നാം തീരണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നന്മകളുടെ ഭാഗത്ത് ഇസ്രായേൽ രാഷ്ട്രമുണ്ട്, സഭയുണ്ട്. സഭ അത് സാർവത്രിക സഭയാണ്. മരിച്ചുപോയ ഭക്തന്മാരുണ്ട്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭക്തന്മാരുണ്ട്, വിവിധ ദേശങ്ങളിലായിട്ടുണ്ട്. ഇന്ന് ഇറാനിൽ പോലും ഒരുപാട് ക്രൈസ്തവ വിശ്വാസികളുടെ സ്ഥലമാണ്. ഈ യുദ്ധത്തിൻ്റെ മധ്യത്തിൽ ഫറവോനോട് ദൈവം പറഞ്ഞതുപോലെ ഇന്ന് ദൈവം ഇറാനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ യഹോവയെ അറിയണം, നിങ്ങൾ സാക്ഷാൽ ദൈവത്തെ അറിയണം, നിങ്ങൾക്ക് സാക്ഷാൽ ക്രിസ്തുവിനെ അറിയണം, സാക്ഷാൽ ദൈവവചനം അറിയണം. ദൈവത്തിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ നന്മ അനുഭവിക്കുന്നവരായി തീരണം എന്ന് തന്നെയാണ് ദൈവം ഇറാനിലെ ജനങ്ങളോട് ആഗ്രഹിക്കുന്നത്. അതുപോലെ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല രാഷ്ട്രങ്ങളോടും, റഷ്യയും ചൈനയും എല്ലാം
എല്ലാവരും സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അത് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ദൈവം തൻ്റെ സമയത്ത് തൻ്റെ ക്രോധം അത് വരും, ക്രോധം വരും. അതിൽ അകപ്പെട്ടു പോയാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വളരെ കഠിനമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇസ്രായേലിനും സഭയ്ക്കുമുള്ള വാഗ്ദത്തങ്ങൾ അല്പമായിട്ടൊന്ന് പരിശോധിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എബ്രാഹിമിനോട് ചെയ്ത വാഗ്ദത്തം, ആ ദേശം എന്ന ആ വാഗ്ദത്തം, അതിരുകളോടുകൂടിയ ആ ദേശം, അത് എന്നാണ് ലഭിക്കാൻ പോകുന്നത്? ഈ യുദ്ധത്തിൽ 2023 ഒക്ടോബർ 8 തുടങ്ങിയ യുദ്ധം ഇന്നും തുടരുകയാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ പല വേദപണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഞാൻ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതോടുകൂടി ഈ യുദ്ധത്തിൻ്റെ അവസാനമായിട്ട് ഇസ്രായേലിന് അതിരുകൾ അത് ശത്രുക്കളില്ലാത്തൊരു അതിരുകളായി തീരാം. അത് 100% എന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും അതിരുകളിൽ ശത്രുക്കളില്ലാത്ത ഒരു രാജ്യമായി തീരും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഗാസ അത് തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റേതാകണം, വെസ്റ്റ് ബാങ്ക് അത് ഇസ്രായേലിൻ്റേതാകണം, ഗോലൻ ഹൈറ്റ്സ് ഇസ്രായേലിൻ്റെ ആകണം. ഗോലൻ ഹൈറ്റ്സിൻ്റെ പല ഭാഗങ്ങളും ഓൾറെഡി ഈ സിറിയയോടുള്ള യുദ്ധത്തിൽ അല്പം കയറി അവർ ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ട്. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. ഇതെന്തിനു വേണ്ടിയാണ്? സാക്ഷാൽ ദൈവന്മാർ, അവനല്ലാതെ വേറെ ദൈവം ഇല്ല ഈ ലോകത്തിൽ എന്ന് മനസ്സിലാക്കി അവനിലേക്ക് തിരിയാൻ മാത്രമാണ്. അല്ലാതെ ദൈവത്തിന് ആദാമിൻ്റെ എല്ലാ മക്കളോടും നോഹയുടെ എല്ലാ മക്കളോടും ഒരേ വിധത്തിൽ സ്നേഹമുള്ള ദൈവമാണ്. എന്നാൽ ഈ സ്നേഹവാനായ ദൈവം തൻ്റെ പദ്ധതിയെ വെളിപ്പെടുത്താൻ ഒരു രാഷ്ട്രത്തെ തിരഞ്ഞെടുത്തു, ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു, കുടുംബത്തെ തിരഞ്ഞെടുത്തു, രാഷ്ട്രത്തെ തിരഞ്ഞെടുത്തു, അവന് വാഗ്ദാനങ്ങൾ നൽകി. അപ്പോൾ അതും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്രത്യേകത. അല്ലാതെ ദൈവത്തിന് പാർഷ്യാലിറ്റി ഇല്ല. അദ്ദേഹം സാധാരണ മനുഷ്യർ ചെയ്യുന്ന പോലെ അല്ല. ദൈവം ആരോടും അത് പക്ഷപാതം ചെയ്യുന്നില്ല. അതുകൊണ്ട് 1-2 സഭയ്ക്കുള്ള വാഗ്ദാനങ്ങൾ അല്പം ഒന്ന് പരിശോധിച്ച് നമുക്ക് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ പരിശോധിച്ച് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അത് മുതൽക്കൂട്ടായിരിക്കും. വാസ്തവമായ സമാധാനവും സ്വസ്ഥതയും പ്രത്യാശയും നമുക്ക് നൽകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. മത്തായിയുടെ സുവിശേഷം 28 20 അതിനകത്ത് കർത്താവ് തൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്ത ദി ഗ്രേറ്റ് കമ്മീഷൻ എന്നുള്ള വിധത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു വിഷയമാണ്. 28 19 20 ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇനിയുള്ളതാണ് വാഗ്ദാനം. ഇതൊരു കടമ, ഒരു ഉത്തരവാദിത്തമായിട്ടൊരു കൽപ്പന നൽകിക്കൊണ്ട് പോയി. എന്നാൽ തുടർന്നുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഞാനോ കർത്താവായ യേശു ക്രിസ്തു ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഇത് തീർച്ചയായിട്ടും അപ്പസ്തോലന്മാരോടും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ക്രൈസ്തവനുമാണ് എന്നുള്ളതിന് സംശയമില്ലാത്ത ഒരു കാര്യം. ഇത് സംഘടിത സഭകൾക്കുള്ള ഒരു വാഗ്ദാനമല്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൊണ്ട് ഉണ്ട് എന്ന് അരുളി ചെയ്തു. രണ്ടാമതായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എബ്രായ ലേഖനം 13 5 എബ്രായ ലേഖനം 13 5 ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അവിടെ വിവാഹത്തോടുള്ള ബന്ധത്തിലും സാമ്പത്തിക വിഷയങ്ങളോടുള്ള ബന്ധത്തിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും തന്നെ ഒരുവൻ ഈ കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ, അവൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അതോടുകൂടി ഇനി നമ്മളെ ദൈവം വിടുന്ന കാര്യമില്ല, യേശുക്രിസ്തു വിടുന്ന കാര്യമേ ഇല്ല. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല. ഇത് തീർച്ചയായിട്ടും ആശ്വാസം നൽകുന്ന, സ്വസ്ഥത നൽകുന്ന ഒരു വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 1 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ട സഭ,
സ്വർഗത്തിലെ സകലവും എന്ന് വെച്ച് കഴിഞ്ഞാൽ സകലവുമാണ്. അതുപോലെ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ആത്മനിറവ്, ആത്മസ്നാനം, പരിശുദ്ധാത്മാവിലുള്ള സ്നാനം, പരിശുദ്ധാത്മ നമ്മളിൽ വസിക്കുന്നത്, പരിശുദ്ധാത്മ നമ്മളെ മുദ്രയിടുന്നത്, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ത്രിത്വത്തിലെ സർവശക്തനായ, സർവജ്ഞാനമുള്ള, സർവശക്തനായ ദൈവം നമ്മളിൽ വസിക്കുന്നു എന്നുള്ളത്, നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളത്, അവനാൽ നാം മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്, സ്നാനപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതെല്ലാം തന്നെ അവൻ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കാനൊക്കെ നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരുള്ള അവസാനത്തെ ചില അധ്യായങ്ങൾ യോഹന്നാനിൽ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. നിങ്ങളെ എല്ലാത്തിലും നടത്തും എന്നെല്ലാം കർത്താവ് പറഞ്ഞിരിക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും നിറവും സ്നാനവും വാസവും മുദ്രയും എല്ലാം തന്നെ അത് നമുക്കുള്ള വാഗ്ദാനമാണ്. അതുപോലെ തന്നെ 1 പത്രോസ് 2 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുക, അവരുടെ രാജകീയ പുരോഹിത വർഗം. ഇതാണ് സഭ. അതുമാതിരി വെളിപാട് പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ സഭയുടെ അവസാനം എങ്ങനെയായിരിക്കും, ഏത് വാഗ്ദാനങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്? ഒരുവൻ ക്രിസ്തുവിലാവൻ പുതിയ സൃഷ്ടിയാണ്. നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനിൽ ആകുമ്പോൾ വി ആർ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയാം. വി ആർ ഇൻ ക്രൈസ്റ്റ്. പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള സകല അനുഗ്രഹങ്ങളും അവകാശങ്ങളും നമുക്ക് അതിൻ്റെ ഭാഗം, നമ്മൾ പങ്കാളികളായി തീരുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ രാജകീയ പുരോഹിത വർഗമാണ്. അതുമാത്രമല്ല, വെളിപാട് പുസ്തകം 5 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ പറയുന്നത് അവർ ഭൂമിയിൽ വാഴും. നമ്മൾ വാഴാൻ പോവുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഈ ഭൂമിയിൽ. മരിച്ച വിശ്വാസികളും ജീവിച്ചിരിക്കുന്ന വിശ്വാസികളും ചേർന്ന് പുനരുദ്ധാന ശരീരത്തോടു കൂടി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൂടെ നാം ഈ ഭൂമിയിൽ ഇസ്രായേലിൽ നിന്ന്, ജെറുസലേമിൽ നിന്ന് നാം വാഴും എന്നുള്ളതും നമുക്കുള്ള ഒരു വാഗ്ദാനമാണ്. അതെന്തുകൊണ്ട് വേദത്തിൽ നടക്കുന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ചോദ്യമാണ്. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വേഗത്തിൽ നടക്കുന്നില്ല? അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത് 2 പത്രോസ് 3 9 വാക്യം. വാഗ്ദാനങ്ങൾ അത് ചുമ്മാ അങ്ങനെ പറഞ്ഞ് താമസിപ്പിക്കുന്ന വ്യക്തിയല്ല. താമസിക്കുന്നുവെങ്കിൽ എൻ്റെ ആവശ്യം നാം മാനസാന്തരപ്പെടണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഏകദേശം വെളിപാട് പുസ്തകം 20 അധ്യായത്തിൻ്റെ 6 വാക്യം, ഏകദേശം ദൈവം മനുഷ്യനോടുള്ള വെളിപാടുകൾ അത് പൂർണ്ണമാക്കുന്നതിന് അല്പം മുമ്പ് 22 അധ്യായത്തിലാണ് തീരുന്നത്. 20 അധ്യായം 6 അധ്യായത്തിൽ പറയുകയാണ്, അവിടെ ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. നമ്മുടെ പ്രത്യേകത കൊണ്ടല്ല, നമുക്ക് ദൈവരവസരം നൽകി മാനസാന്തരപ്പെട്ട യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ വാഗ്ദാനങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ദൈവവചനം വാഗ്ദാനം ചെയ്യുന്നതാണ്. കാരണം ദൈവം വാഗ്ദാനം ചെയ്യുന്ന കാര്യം അത് നടക്കും. ഇനി നമ്മൾ നമ്മുടെ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 1-2 വാക്യങ്ങൾ വായിക്കാനുണ്ട്. സക്കറിയ പുസ്തകം അതിൻ്റെ 2 അധ്യായത്തിൻ്റെ 8 വാക്യം. പഴയ നിയമത്തിലുള്ള ഇസ്രായേലിനുള്ള വാഗ്ദാനങ്ങൾ, പുതിയ നിയമത്തിലുണ്ട്. ഒരുപാട് വാഗ്ദാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പലത് ഉദ്ധരികളായിട്ട് എഴുതിയിട്ടുണ്ട്, പലതും പുതിയതായിട്ടും പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. സക്കറിയ പ്രവചനം 2 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. ഒരു വ്യക്തിയുടെ കൺമണിയിൽ തൊടുക എന്ന് പറഞ്ഞാൽ അതാരും സംഭവിക്കുന്നൊരു കാര്യമില്ല. അപ്രകാരമാണ് ദൈവം. ഇസ്രായേലിനെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കണ്ണിൽ തൊടുന്നതിന് തുല്യമാണ്. ആവർത്തന പുസ്തകം 32 അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം
32 അതിൻ്റെ 11-12 വാക്യങ്ങൾ. കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും, അതുപോലെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. ഇതാണ് യഹോവയായ ദൈവം, സർവശക്തനായ ദൈവം ഇസ്രായേലിനോട് ബന്ധത്തിൽ ചെയ്ത കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൽ വഹിക്കുന്നത് പോലെ ഇന്നും വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കണ്ണിന്, അവനെ ഇസ്രായേലിനെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കണ്ണിൽ, അവൻ്റെ ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറയാം, അവിടെ തൊടുന്നതിന് തുല്യമാണ്. അതിൻ്റെ 12 വാക്യം കൂടി വായിക്കാൻ ആഗ്രഹം. യഹോവ തനിയെ അവനെ നടത്തി, അവനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ ഒരു ഉപദേശം, ദൈവം അവരുടെ കൂടെയാണ്, അന്യദൈവങ്ങളല്ല. എന്നാൽ അവർ അന്യദൈവങ്ങളിലേക്ക് പോയി, അവർക്ക് ഒരുപാട് ശിക്ഷകൾ കിട്ടി, അവർ ചിതറിപ്പാർത്തു. ഇന്ന് ഈ ഇസ്രായേലിന് വീണ്ടും ദൈവം 1948 തിരിച്ചു കൊണ്ടുവന്ന് മെയ് 14 രാഷ്ട്രമായി തീർന്നു. ഇന്ന് വളരെ ശക്തമായ ഒരു രാഷ്ട്രമായി തീർന്നിരിക്കുകയാണ്. ചുറ്റുമുള്ള അനേകം ശക്തരായ ശത്രുക്കളെ, അത് നമുക്കറിയാം, അത് തീർച്ചയായിട്ടും ഇറാൻ്റെ കീഴിൽ അവർ സ്പോൺസർ ചെയ്ത അവരുടെ പ്രോക്സിസാണ് ഈ ശത്രുക്കൾ ചുറ്റുമുള്ളത്. അവരെല്ലാം ഇന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ പോലെ പലതും ഇന്ന് നമ്മുടെ മുന്നിൽ സംഭവിച്ചു. പൂർണ്ണമായിട്ട് സംഭവിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് ഉത്തരമില്ല. ഇന്ന് ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശാന്തതയും സമാധാനവും ലോകത്തിന് ലഭിക്കും, ഒരു സമൃദ്ധി, ഒരു സുരക്ഷ. എന്തിനു വേണ്ടിയാണ് നമ്മൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുക എന്ന് ഞാൻ എൻ്റെ പ്രവചന പഠനങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 33 അതിൻ്റെ 29 വാക്യം. അതിപ്രകാരമാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ, യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ. അവൻ നിൻ്റെ സഹായത്തിന് പരിചയം, നിൻ്റെ മഹിമയുടെ വാളും ആകുന്നു. നിൻ്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും, നീ അവരുടെ ഉന്നതങ്ങളിൽ മേൽ നടകൊള്ളും. അവിടെ അത് ഇംഗ്ലീഷിൽ അതിൻ്റെ ഇത് അങ്ങനെയാണ്, യു ഷാൽ ട്രെഡ് അപ്പോൺ ദെയർ ഹൈ പ്ലേസസ്. അതാണ് നട കൊള്ളും എന്നുള്ളത്. ഇസ്രായേലിലെ ശത്രുക്കൾക്ക് വലിയ പ്രത്യാശയില്ല എന്നുള്ളത് ദൈവവചനം വീണ്ടും വീണ്ടും പറയുന്നൊരു കാര്യമാണ്. കാരണം ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു, അവരെ വഹിക്കുന്നു, അവരെ നടത്തുന്നു, അവരെ തൊടുന്നവൻ അവരുടെ ശത്രുക്കളെ അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് അനുഗ്രഹമായി തീരണമെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, അവരുടെ നിസ്തുല്യത എന്താണെന്ന് മനസ്സിലാക്കി, സഭ എന്താണ്, സഭയ്ക്കുള്ള വാഗ്ദാനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ വ്യതിരക്തത മനസ്സിലാക്കി നാം നിൽക്കേണ്ട സ്ഥാനത്ത് നിന്ന് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. യെശയ്യാ പ്രവചനം അതിൻ്റെ 46 അധ്യായം, യെശയ്യാവ് 46 അതിൻ്റെ 4. ഇവിടെ ഇപ്രകാരമാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യഹോവ ആയ ദൈവം, സർവശക്തനായ ദൈവം ഇസ്രായേലിനെ വഹിക്കും, വിടുവിക്കും. വാട്ട് എ പ്രോമിസ്! ഇത് വളരെ അനുഗ്രഹീതമായിരുന്നു. അത് നമ്മുടെ കൺമുമ്പിൽ അത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ ശത്രുക്കളുടെ മധ്യത്തിൽ ഒരു ചെറിയ രാഷ്ട്രം, എങ്ങനെയാണ് ഇവർക്ക് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരങ്ങൾ തന്നെയാണ് എന്ന് നാം സംഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ സങ്കീർത്തനം 121 വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് 121 സങ്കീർത്തനം.
ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സങ്കീർത്തനകാരത്തിനൊരു ചോദ്യമാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ആരാണ് ഈ യഹോവ? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ആ യഹോവ എന്ന നാമത്തിലാണ് ഈ ഇസ്രായേൽ ദൈവം ഉടമ്പടി ചെയ്ത ഈ രാഷ്ട്രത്തോട് ദൈവത്തിൻ്റെ പേര് വെളിപ്പെടുത്തിയാണ് യഹോവ എന്നുള്ളത്. അവനാണ് എൻ്റെ സഹായം, ഇസ്രായേലിൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിൻ്റെ കാൽ വഴുതുവാൻ ഞാൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് പല മതങ്ങളിലും നടക്കുന്ന അങ്ങനെയാണ്. സ്ഥിരമായിട്ട് അവരെ വിളിച്ച് ഉണർത്തണം. ഒരു ഉറങ്ങുന്ന ഒരു രീതിയാണ്. യഹോവ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവ പറയുകയാണ്, അവൻ്റെ കാൽ വഴുതുകയില്ല, ഞാൻ അതിന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവന് മയങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകനും മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഇന്നു മുതൽ എന്നേക്കും. എന്നേക്കും എന്ന് പറയുമ്പോഴത് ഇറ്റ് ഈസ് ഫോർ എവർ എന്നുള്ളതാണ്. എന്നേക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. അതിൽ പലതും അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഇന്ന് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും കടക്കണം. ദൈവകൃപയിലേക്കും നാം കടക്കണം. ഈ ലോകത്തിലെ ദുഷ്ടതയിൽ നമ്മൾ കാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ആഗ്രഹമുണ്ട്. അത് നമ്മൾ മാനസാന്തരപ്പെടണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവം വിശ്വസ്തൻ, വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ നടക്കും. സഭയെ സംബന്ധിച്ച് നടക്കും, ഇസ്രായേലിനെ സംബന്ധിച്ചും നടക്കും. നമുക്ക് പ്രത്യാശയുള്ളൊരു ജീവിതം ദൈവദാനമായി നൽകുന്നതുകൊണ്ട് ദൈവം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, സഭയ്ക്കും ഇസ്രായേലിന് നൽകിയിരിക്കുന്ന അതിമനോഹരമായ വാഗ്ദാനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. അത് നടത്തും. എന്നാൽ അതിന് താമസം വന്നിരിക്കുന്നത് പലരും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളാകേണ്ട ആവശ്യമുണ്ട്. അതിന് ദൈവം സഹായിക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവായ യേശുവിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ, ഈ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിട്ടില്ല എങ്കിൽ, തിരിയാൻ തക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധങ്ങൾ സഹായിക്കട്ടെ. ഇപ്പോഴും അടിയങ്ങളെ അവിടുത്തെ അനുഗ്രഹത്താൽ പറഞ്ഞയക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും അടിയങ്ങളോടും കേൾക്കുന്നവരോടും കൊണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.